ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ട യുവനടൻ ജിഷ്ണുവിൻ്റെ ആദ്യ അനുഭവത്തെക്കുറിച്ച് പിതാവ് പങ്കുവച്ച അനുഭവങ്ങൾ ഈ അടുത്ത സമയത്ത് മാധ്യമങ്ങളിൽ നാം കണ്ട നടുക്കുന്ന ഒരു വാർത്തയാണ്. വായിൽ ഒരു ചെറിയ മുറിവായി പ്രത്യക്ഷപ്പെട്ട് അവസാനം ആ യുവാവിൻ്റെ ജീവൻ തന്നെ കവർന്നെടുത്ത മഹാരോഗമായി മാറിയ ആ സംഭവം വലിയ ആശങ്കയാണ് പലരിലും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാൻസർ എന്നാൽ എന്താണിതിന് പരിഹാരം എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായി വിലയിരുത്തുന്ന ഒരു വീഡിയോ ചെയ്യണം എന്ന് ഒരുപാട് പേർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കഴിയുന്നതും എല്ലാവരിലും എത്തിച്ചു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ചുറ്റും ക്യാൻസർ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ധാരാളമുണ്ട്. അതിൽ നമ്മുടെ പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും എല്ലാം ഉണ്ടാകും. എന്നാൽ ഇന്ന് മറ്റേതൊരു രോഗവും പോലെ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന അവസ്ഥയിലേക്ക് ക്യാൻസർ ചികിത്സ മാറിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു രോഗമുണ്ടാകുന്നത് രോഗാണുവാക്രമണം കാരണമാണ്. എന്നാൽ ക്യാൻസർ അങ്ങനെയല്ല. അത് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഒരു വികൃതിയാണ്. കോശങ്ങളുടെ ജനന മരണങ്ങൾക്കിടയിലെ ബാലൻസ് നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു വികൃതി. അതുകൊണ്ട് തന്നെ ഒരു രോഗാണുവിനെ നശിപ്പിക്കുന്നത് പോലെ ഇതത്ര എളുപ്പമല്ല. രോഗാണുവിനെതിരെ പ്രയോഗിക്കുന്നത് പോലെ ക്യാൻസർ സെല്ലുകൾക്കെതിരെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ക്യാൻസർ ചികിത്സ സങ്കീർണവും ചെലവേറിയതുമാകുന്നത്. ഏറ്റവും ലഘുവായി പറഞ്ഞാൽ അന്തമില്ലാതെ പകർപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു കൂട്ടം കോശങ്ങൾ, അതാണ് ക്യാൻസർ. നമുക്കിന്ന് ക്യാൻസറിനെ കുറിച്ച് സംസാരിക്കാം. എന്താ, റെഡിയല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. വിഷയം ആരോഗ്യമായതുകൊണ്ട് തന്നെ ഒരു സുപ്രധാന കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇക്കാലത്ത് രോഗം, ആശുപത്രിവാസം, ചികിത്സ എന്നതൊക്കെ സാധാരണക്കാരുടെ പേടി സ്വപ്നമാണ്. ഇന്നൊരു പനി വന്നാൽ പോലും ഒരു 10 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാൽ ഒരു സാധാരണ AC റൂമിന് ഒരു ദിവസം 5000 രൂപ വെച്ച് റൂമിന് മാത്രം 50,000 രൂപയെങ്കിലും ചിലവ് വരും. ചികിത്സാ ചെലവ് വേറെ. പലരുടെയും വർഷങ്ങളുടെ സമ്പാദ്യമാണ് ആഴ്ചകൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ കത്തിച്ചു കളയുന്നത്. പക്ഷേ ഒരു രൂപ പോലും കയ്യിൽ നിന്ന് പോകാതെ ചികിത്സിക്കാനുള്ള സൗകര്യം ഇപ്പോഴുണ്ട്. അതാണ് ക്യാഷ്ലെസ് സൗകര്യമുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ. ഇന്നു മുതൽ രാജ്യത്ത് ആരോഗ്യ ഇൻഷുറൻസുകളുടെ GST 0% ആവുന്നതിലൂടെ ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ത്യയിലെ എല്ലാവരിലേക്കും എത്താൻ കാരണമാകും. ശ്രദ്ധിക്കുക, നമ്മുടെ പ്രേക്ഷകരിൽ ആരെങ്കിലും ഇനിയും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു കമ്പനിയുടെ പ്ലാൻ എടുക്കുന്നത് നല്ലതാണ്. കാരണം സ്വന്തം കുടുംബത്തിൻ്റെ ചിത്രം വെച്ച് വാട്സാപ്പിലും മറ്റും സഹായം ചോദിക്കേണ്ട അവസ്ഥ ആർക്കും വരരുത്. ചെറുപ്പക്കാർക്ക് പോലും ഹൃദ്രോഗങ്ങളും കരൾ രോഗങ്ങളും ക്യാൻസറും ഒക്കെ വരുന്ന ധാരാളം സംഭവങ്ങൾ നിങ്ങളും കേട്ടിട്ടുണ്ടാകും. ഇതിൻ്റെ എല്ലാം ചികിത്സയ്ക്ക് 20, 30, 40 ലക്ഷമൊക്കെയാണ് ചിലവ്. ഇപ്പോൾ ഓൾറെഡി BP, ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. അങ്ങനെയുള്ളവർക്കും Day 1 മുതൽ കവറേജ് കിട്ടുന്ന പ്ലാനുകളും ഉണ്ട്. ക്യാൻസർ വന്നാൽ പോലും ചികിത്സാ ചെലവ് നിങ്ങളെ ബാധിക്കുകയില്ല. പക്ഷേ എപ്പോഴും കമ്പയർ ചെയ്ത് വേണ്ട ഫീച്ചറുകൾ ആഡ് ചെയ്ത് മാത്രം പ്ലാനുകൾ എടുക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ മാസം 400, 500 പ്രീമിയത്തിൽ തുടങ്ങുന്ന 1 കോടി വരെ കവറേജ് നൽകുന്ന പോളിസികൾ കാണാം. ഇന്ത്യയിലെ ടോപ്പ് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് കമ്പയർ ചെയ്ത് നമുക്കിഷ്ടമുള്ള പോളിസി 18% GST ഒഴിവാക്കിയതിന് പുറമെ 25% വരെ ഡിസ്കൗണ്ടിലും അവിടെ കാണാം. പ്രവാസികൾക്കും ഇത് ഉപയോഗപ്പെടുത്താം. പിന്നെ ക്ലെയിമിൻ്റെ ആവശ്യം വന്നാൽ ഹോസ്പിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ തന്നെ ഇന്നത്തെ കാലത്ത് ധാരാളമാണ്. എങ്കിലും ഇവിടെ ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറുടെ സേവനവും ലഭ്യമാണ്. നമ്മൾ പുറത്തുപോയി ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്ന പണം പോലും വേണ്ട സുഹൃത്തുക്കളെ, ഒരു മാസത്തേക്കുള്ള പ്രീമിയം അടയ്ക്കാൻ. മാസം അത്രയും പൈസ അടയ്ക്കുന്നത് വലിയ ഭാരമാവില്ല. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയോ? അതുകൊണ്ട് നിങ്ങൾക്ക് യോജിക്കുന്ന കമ്പനിയും പ്ലാനും ഒക്കെ കണ്ടെത്താൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ശരി, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ശരീരം കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അഥവാ കോശങ്ങൾ, സെല്ലുകൾ ആണ് ശരീരത്തിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ്. ഇവ തുടർച്ചയായി ഉണ്ടാവുകയും നശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. കോശങ്ങൾ ഉണ്ടാവുക എന്നാൽ നിലവിലുള്ള സെല്ലുകളുടെ തനിപ്പകർപ്പ് എടുക്കുക എന്നാണ് അർത്ഥം.
ഇങ്ങനെ കോശങ്ങൾ സ്വയം പകർപ്പുകൾ എടുക്കുന്നത് ശരീരത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഭ്രൂണം വളരുന്നതും ശരീരം വലുതാകുന്നതും ദേഹത്തുണ്ടാകുന്ന പരിക്കുകൾ റിപ്പയർ ചെയ്യുന്നതും ഇങ്ങനെ കോശങ്ങൾ വളർത്തിക്കൊണ്ട് തന്നെയാണ്. നിങ്ങൾ ഈ വാചകം കേട്ട് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിൽ 50,000-ഓളം കോശങ്ങൾ മരിക്കുകയും ജനിക്കുകയും ചെയ്തിരിക്കും. അതായത് ഇങ്ങനെ സ്വയം പകർപ്പുകൾ ഉണ്ടാക്കൽ കോശങ്ങളുടെ അടിസ്ഥാന സ്വഭാവമാണ്. അവയുടെ ജോലി തന്നെ അതാണ്. ഈ പകർപ്പെടുക്കലുകളും നശിപ്പിക്കലുകളും കൃത്യമായ ബാലൻസിൽ നടക്കണം. പകർപ്പെടുക്കലുകൾ നടക്കുന്നത് കൂടുതലും നശിക്കുന്നത് കുറവുമാണെങ്കിൽ അനാവശ്യമായി ഒരുപാട് സെല്ലുകൾ ശരീരത്തിലുണ്ടാകും. ഒരു പ്രയോജനവുമില്ലാതെ കുന്നുകൂടുന്ന ഈ സെല്ലുകൾ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും. ഇത് വലിയ കുഴപ്പങ്ങളിലേക്ക് നയിക്കും. ഇതാണ് ക്യാൻസർ. നോക്കൂ, ഇത് നമ്മുടെ ജീവനുമായും ജീവിതവുമായും ബന്ധപ്പെട്ട വിഷയമാണ്. കഴിയുന്നതും എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ശരീരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കപ്പെടുന്നത് തലച്ചോറിൽ നിന്നുള്ള കൽപ്പനകൾ വഴിയാണ് എന്നറിയാമല്ലോ. ഈ കൽപ്പനകൾ കോശങ്ങൾക്കുള്ളിലെത്തി അവിടെയുള്ള ക്രോമസോമുകളിലെ വിവിധ ജീനുകൾ വഴിയാണ് നടപ്പാക്കുന്നത്. മേൽപ്പറഞ്ഞതുപോലെ കോശങ്ങളെ തലച്ചോറിൽ നിന്നുള്ള കൽപ്പനകൾ അനുസരിച്ച് വിഭജനത്തിന് പ്രേരിപ്പിക്കുന്ന ജീനുകളാണ് ഓങ്കോജീനുകൾ. അതുപോലെ വിഭജനം നിർത്താനുള്ള ഉത്തരവ് കൊടുക്കുന്ന ജീനുകളാണ് ട്യൂമർ സപ്രസർ ജീനുകൾ. ഒരു വാഹനത്തിൻ്റെ ആക്സിലറേറ്ററും ബ്രേക്കും പോലെ എന്ന് കരുതാം. വളരാനോ അല്ലെങ്കിൽ പരിക്കുകൾ റിപ്പയർ ചെയ്യാനോ കൂടുതൽ കോശങ്ങൾ ആവശ്യമായി വരുമ്പോൾ ഓങ്കോജീനുകൾ ഉണരും. കോശങ്ങൾക്ക് വിഭജിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. ആവശ്യത്തിന് കോശങ്ങളായിക്കഴിഞ്ഞാൽ ട്യൂമർ സപ്രസർ ജീനുകൾ അതിന് ബ്രേക്ക് ഇടുന്നു. അതനുസരിച്ച് കോശങ്ങൾ പ്രവർത്തനം നിർത്തുന്നു. ഇതാണ് സാധാരണ നടക്കുക. എന്നാൽ ക്യാൻസറിൻ്റെ കാര്യത്തിൽ ചില കോശങ്ങൾ ഈ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നതാണ് പ്രശ്നം. നിയന്ത്രണം വിട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട ഒരു വാഹനം പോലെയാണ് ക്യാൻസർ കോശം. അതായത് ക്യാൻസർ നമ്മുടെ തന്നെ കോശങ്ങളാണ്. ഒരു ക്യാൻസർ കോശവും സാധാരണ കോശവും തമ്മിൽ പറയത്തക്ക വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ നല്ല കോശങ്ങളുടെ ഇടയിലുള്ള ശത്രു കോശങ്ങളാണ് ക്യാൻസർ കോശങ്ങൾ. അത് നമ്മുടെ കോശങ്ങൾ തന്നെയാണ്. ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായി രേഖപ്പെടുത്താൻ ഇവിടെ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ കോശങ്ങൾ എത്രയും കൂടുതൽ തവണ വിഭജിക്കപ്പെടുന്നുവോ അത്രയും തവണ നിങ്ങളുടെ ക്രോമസോമുകളുടെ പകർപ്പുകൾ എടുക്കേണ്ടി വരുന്നു. കൂടുതൽ പകർപ്പുകൾ എടുക്കുന്തോറും അതിൽ തെറ്റുകൾ അഥവാ മ്യൂട്ടേഷനുകൾ വരാനുള്ള സാധ്യതയും കൂടുന്നു. നിങ്ങൾ എത്ര ദൂരം കൂടുതൽ വാഹനം ഓടിക്കുന്നുവോ അത്രത്തോളം അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന പോലെ. അതായത് ക്യാൻസർ നമ്മുടെ ജനിതക ഘടനയിൽ തന്നെ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ആയുസ് കൂടുന്നത് കൊണ്ട് സ്വാഭാവികമായും ക്യാൻസറിനുള്ള സാധ്യതയും കൂടുകയാണ്. ഭൂരിഭാഗം ക്യാൻസറുകളും 50 വയസ്സിന് ശേഷമാണ് പ്രത്യക്ഷപ്പെടുന്നത്. കോശങ്ങൾ കൂടുതൽ തവണ വിഭജിക്കുന്തോറും അതിൽ തെറ്റുകൾ വരാനുള്ള സാധ്യതയും കൂടുന്നു. തെറ്റുതിരുത്തലുകൾ പഴയ പോലെ കാര്യമായി നടക്കുന്നുമില്ല. ശരിക്കും നമ്മുടെ ദീർഘായുസിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് ഈ ക്യാൻസർ. ഉദാഹരണത്തിന് സ്തനാർബുദ സാധ്യത 30 വയസ്സുള്ളൊരു സ്ത്രീക്ക് 400-1 70 വയസ്സുള്ളൊരു സ്ത്രീക്ക് അത് 9-1 എന്ന തോതിലാണ്. മിക്ക പുരാതന സമൂഹങ്ങളിലും ആളുകൾ ക്യാൻസർ പിടിപെടാൻ വേണ്ടത്ര കാലം ജീവിച്ചിരുന്നില്ല. ക്ഷയം, കോളറ, വസൂരി, പ്ലേഗ്, ന്യൂമോണിയ ഒക്കെ പിടിച്ച് മരിക്കുന്നവർക്ക് ക്യാൻസർ ബാധിക്കാനുള്ള ആയുസ്സൊന്നും കിട്ടില്ല. ഇന്നിപ്പോൾ ഹരിത വിപ്ലവം അർബുദം വിതച്ചു എന്നൊക്കെ വിളിച്ചു പറയാൻ ചില പ്രകൃതി സ്നേഹികൾക്ക് അവസരമുണ്ടാക്കിയത് ഹരിത വിപ്ലവത്തിൻ്റെ ഗുണം മൂലം കൃത്യമായി ഭക്ഷണം ലഭിക്കുന്നതും ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ച വാക്സിനേഷനുകളും ആൻറ്റിബയോട്ടിക്കുകളുമാണ്. പണ്ടൊക്കെ വസൂരിയും കോളറയും ക്ഷയവുമൊക്കെ കാരണം 50 വയസ്സിന് മുകളിൽ ജീവിച്ചിരിക്കുന്നവർ തന്നെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയും കുറവാണ്. ഇന്ന് വസൂരി ഇല്ല. കോളറയും TBയും ഒക്കെ എളുപ്പം ചികിത്സിച്ച് ഭേദമാക്കാനും കഴിയും. അങ്ങനെ ആധുനിക മെഡിക്കൽ സയൻസ് മനുഷ്യൻ്റെ ആയുസ് വർദ്ധിപ്പിച്ചപ്പോൾ ജീവിതത്തിൻ്റെ 2ാം പകുതിയിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങളുടെ സാന്നിധ്യവും കൂടി. അതാണ് മോഡേൺ മെഡിസിൻ ക്യാൻസർ ഉണ്ടാക്കുന്നു എന്ന ആരോപണത്തിന് പിന്നിലെ സത്യം. ക്യാൻസർ കോശങ്ങൾക്ക് പ്രധാനമായും ചില സ്വഭാവവിശേഷങ്ങളുണ്ട്. ഓങ്കോജീനുകളുടെ പ്രവർത്തന ഫലമായി അർബുദ കോശങ്ങൾക്ക് നിർത്താതെ വിഭജിക്കാനുള്ള സ്വയം പ്രേരണ ഉണ്ടാകും. അതായത് ഓങ്കോജീനുകൾ അമിതമായി പ്രവർത്തിക്കുന്നു.
വാഹനത്തിൻ്റെ ആക്സിലറേറ്റർ ജാം ആയതുപോലെ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ക്യാൻസർ കോശം വളർച്ച നിയന്ത്രിക്കുന്ന സൂചനകളോട് പ്രതികരിക്കാതാകുന്നു. അതായത് ട്യൂമർ സപ്രസർ ജീനുകൾ പ്രവർത്തിക്കാതാകുന്നു. വാഹനത്തിൻ്റെ ബ്രേക്കും പോയി എന്നർത്ഥം. അങ്ങനെ വലിയ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കെ ആക്സിലേറ്റർ ജാം ആവുകയും ബ്രേക്ക് പ്രവർത്തിക്കാതാവുകയും ചെയ്യുന്ന ഒരു വാഹനത്തിൻ്റെ അവസ്ഥ. ഇങ്ങനെ ആക്സിലറേറ്ററും ബ്രേക്കും നഷ്ടപ്പെടുന്നത് ശരീരത്തിൻ്റെ കാര്യത്തിൽ അസാധാരണമൊന്നുമല്ല. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ ഈ നിമിഷം ചിലപ്പോൾ അത്തരം കോശങ്ങൾ ഉണ്ടാകാം. പക്ഷേ അവിടെ ശരീരം അത്തരം കോശങ്ങൾക്ക് സ്വയം നശിപ്പിക്കാനുള്ള ഉത്തരവ് നൽകും. ഏതാണ്ട് എല്ലാ കോശങ്ങളും മുകളിൽ നിന്നുള്ള ആജ്ഞ ശിരസാവഹിച്ച് ആത്മഹത്യ ചെയ്യും. മറ്റൊന്ന്, ഇങ്ങനെയുണ്ടാകുന്ന കോശങ്ങൾ സ്വയം പര്യാപ്തത നേടുന്നു എന്നതാണ്. സാധാരണഗതിയിൽ അമിതമായ കോശവിഭജനം നടന്നാൽ അവയ്ക്കുള്ള പോഷണങ്ങൾ ശരിയായി ലഭിക്കാതെ അവ നശിച്ചു പോകും. എന്നാൽ ഇവിടെ പുതിയ കോശങ്ങൾക്കുള്ള പോഷണം എത്തിക്കാനുള്ള രക്തക്കുഴലുകളും മറ്റും ഈ ക്യാൻസർ കോശങ്ങൾ സ്വയം ഉണ്ടാക്കും. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ വളരെ നിർദോഷമായ ചില മുഴകൾ, സിസ്റ്റുകളൊക്കെ വളർന്നു വരാറില്ലേ? ആ സിസ്റ്റുകൾ ബയോപ്സിക്ക് അയച്ചിട്ടാണ് തീരുമാനിക്കുന്നത് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന്. എന്താണ് ക്യാൻസർ അല്ലാത്തത്? ഈ പറഞ്ഞതുപോലെ സ്വയം നശിച്ചു പോകുന്ന, സ്വയം അതിന് വളരാൻ ആവശ്യമായ രക്തക്കുഴലുകളോ പോഷണങ്ങളോ ഒന്നുമില്ലാത്ത അങ്ങനെയുള്ള സാധനങ്ങളാണത്. അതങ്ങ് സ്വയം നശിച്ചു പോകും, നിർദോഷമാണത്. എന്നാൽ ചിലതിൽ അതിന് വളരാൻ ആവശ്യമായ രക്തക്കുഴലുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. അതിനൊരു സ്വയം പര്യാപ്തത കൈവരും. ഇതാണ് ക്യാൻസർ കോശങ്ങൾ. മറ്റൊന്ന്, ഇവ ഒരു കാര്യവുമില്ലാതെ മറ്റവയവങ്ങളിൽ കടന്നു കയറി അവിടെയും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതിൻ്റെ ഫലമായി ഇത്തരം വിമത കോശങ്ങൾ ശരീരം മുഴുവൻ വ്യാപിക്കും. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഈ സവിശേഷതകൾ കാണിക്കുന്ന 200ഓളം വരുന്ന രോഗങ്ങളെ പൊതുവായി വിളിക്കുന്ന പേരാണ് ക്യാൻസർ. ക്യാൻസറിൻ്റെ ഈ സ്വഭാവവിശേഷങ്ങളെല്ലാം ശരിക്കും സാധാരണ കോശങ്ങളുടെ സ്വഭാവവിശേഷങ്ങൾ തന്നെയാണ്. ഉദാഹരണത്തിന്, ഒരു മുറിവ് പറ്റിയാൽ അവിടെ കോശങ്ങൾ നശിക്കും. അടിയന്തിരമായി അവിടെ കോശങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിനുവേണ്ടി പെട്ടെന്ന് പകർപ്പുകൾ തയ്യാറായി അവിടേക്ക് നീങ്ങാൻ പ്രതിരോധ വ്യവസ്ഥ കൽപ്പന കൊടുക്കും. പ്രതിരോധ വ്യവസ്ഥയിലെ കോശങ്ങൾക്ക് അണുബാധയുള്ള സ്ഥലത്തേക്ക് നീങ്ങാൻ നിർദ്ദേശം നൽകുന്ന അതേ ജീനുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് ക്യാൻസർ കോശങ്ങൾ മറ്റ് അവയവങ്ങളിലേക്ക് നീങ്ങി അവിടം കയ്യേറാൻ ഉപയോഗിക്കുന്നത്. പ്രതിരോധ കോശങ്ങൾക്ക് മാത്രം അനുവദിച്ചു കൊടുത്തിട്ടുള്ള പെർമിറ്റാണ് ഈ ക്യാൻസർ കോശങ്ങൾ അനധികൃതമായി ഉപയോഗിക്കുന്നത്. മുറിവുകൾ ഉണങ്ങാൻ പുതിയ രക്തക്കുഴലുകൾ സൃഷ്ടിക്കാനുള്ള അതേ ജീനുകൾ തന്നെയാണ് ക്യാൻസർ കോശങ്ങൾക്ക് പോഷണമെത്തിക്കാൻ ഹൈജാക്ക് ചെയ്യപ്പെടുന്നത്. അതായത് ക്യാൻസറിൽ ഒന്നും പുറമേ നിന്ന് വരുന്നതല്ല, ഒന്നും പുതുതായി നിർമ്മിക്കപ്പെടുന്നതുമല്ല. ക്യാൻസർ ജീനുകൾ നമ്മുടെ ശരീരത്തിന് അന്യരല്ല, മറിച്ച് നമ്മുടെ കോശങ്ങളിലെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന അതേ ജീനുകൾ അനധികൃതമായി ഉപയോഗിക്കുന്ന വിമത കോശങ്ങളാണ്. ഒരു ക്യാൻസർ കോശത്തെ ഏറ്റവും നന്നായി ഉപമിക്കാൻ പറ്റുക ഒരു തീവ്രവാദിയുമായിട്ടാണ്. അതേപോലെ തീവ്രവാദത്തെ ഏറ്റവും നന്നായി ഉപമിക്കാൻ കഴിയുക ക്യാൻസറുമായിട്ടുമാണ്. ഒരു തീവ്രവാദി ആ രാജ്യത്തെ പൗരൻ തന്നെയാണ്. ഒരു രാജ്യത്തെ സാധാരണ പൗരന് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു തീവ്രവാദി രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നത്. അതുപോലെ എന്തിനും തുനിയുന്ന ദ്രോഹബുദ്ധിയായ സ്വന്തം രാജ്യത്തിനെതിരെ തിരിയുന്ന നമ്മുടെ തന്നെ ഒരു പൗരനെ പോലെയാണ് ഒരു ക്യാൻസർ കോശവും. ഏതൊരു മരുന്നിൻ്റെയും മികവ് എന്ന് പറയുന്നത് നശിപ്പിക്കപ്പെടേണ്ട കോശങ്ങളെയും നല്ല കോശങ്ങളെയും തിരിച്ചറിയാനുള്ള കഴിവാണ്. അതിനെയാണ് കൃത്യത അഥവാ സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു ആൻറ്റിബയോട്ടിക് നന്നായി പ്രവർത്തിക്കുന്നത് അതിന് നശിപ്പിക്കേണ്ട ബാക്ടീരിയ കോശങ്ങളെയും ശരീരകോശങ്ങളെയും കൃത്യമായി വേർതിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ടാണ്. അതായത് ഈ തീവ്രവാദികളെ നേരിടാനിറങ്ങുന്ന സുരക്ഷാസേന സാധാരണ പൗരന്മാരെയും തീവ്രവാദികളെയും തമ്മിൽ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് തീവ്രവാദികൾ ആരാണ്, സാധാരണ ജനങ്ങൾ ആരാണ് എന്ന കൺഫ്യൂഷനിൽ സാധാരണ ജനങ്ങൾക്കും ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചേക്കാം. അതുപോലെ തന്നെ, അതായത് കോശങ്ങൾ തമ്മിൽ എത്രമാത്രം വ്യത്യാസങ്ങളുണ്ടോ അത്രമാത്രം സുരക്ഷിതമായി അതിൽ ഒരു കോശത്തെ മാത്രമായി നശിപ്പിക്കാൻ സാധിക്കും.
ക്യാൻസർ ഒരു അന്യകോശമല്ല എന്നതാണ് പ്രശ്നം. ഒരു ബാക്ടീരിയ കോശവും ഒരു മനുഷ്യ കോശവും തമ്മിൽ കോടിക്കണക്കിന് വർഷങ്ങളുടെ പരിണാമ ദൂരമുണ്ട്. അതേസമയം ഒരു സാധാരണ കോശവും ഒരു ക്യാൻസർ കോശവും തമ്മിൽ പരമാവധി ഏതാനും മാസങ്ങളുടെ പരിണാമ ദൂരം മാത്രമേ ഉള്ളൂ. ഒരു ക്യാൻസർ കോശം അടിസ്ഥാനപരമായി തന്നെ ഒരു ബാക്ടീരിയ കോശത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഒരു ബാക്ടീരിയയുടെ എൻസൈമുകൾക്ക് മനുഷ്യൻ്റെ കോശങ്ങളിലെ എൻസൈമുകളുമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ക്യാൻസർ കോശം നമ്മൾ തന്നെയാണ്. ഒരു ശത്രു രാജ്യത്തിൻ്റെ ഔദ്യോഗിക സേനയോട് പ്രത്യേക യൂണിഫോമും കൊടിയുമുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ കുറച്ചെങ്കിലും അനുസരിച്ച് നേരിട്ട് യുദ്ധം ചെയ്യുന്നത് പോലെയല്ല രാജ്യത്തിനുള്ളിൽ ഒളിച്ചു കഴിയുന്ന, വ്യക്തമായി തിരിച്ചറിയാൻ പോലും പറ്റാത്ത അകത്തുള്ള വിഘടനവാദികളുമായി യുദ്ധം ചെയ്യുന്നത്. കോശങ്ങൾ അമിതമായി വിഭജിക്കുന്ന രോഗമാണ് ക്യാൻസർ എന്ന് ആദ്യം പറഞ്ഞത് നമുക്ക് കുറച്ചൊന്ന് പരിഷ്കരിക്കണം. പുതിയൊരു കാര്യം കൂടി അതിനോട് കൂട്ടിച്ചേർക്കാനുണ്ട്. വിഭജനത്തോടൊപ്പം ആ കോശങ്ങൾ സ്വയം പരിണമിക്കുക കൂടി ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ പുതിയ കോശങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു പ്രൂഫ് റീഡിംഗ് നടക്കാറുണ്ട്. ഒരു പുതിയ പ്രോഡക്റ്റ് കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ക്വാളിറ്റി ചെക്ക് നടക്കുന്നത് പോലെ DNA പ്രൂഫ് റീഡിംഗ് എന്നാണ് ഇതിന് പറയുക. എന്നാൽ ക്യാൻസർ കോശങ്ങളിൽ സാധാരണ കോശങ്ങളിലുള്ള പോലെയുള്ള DNA പ്രൂഫ് റീഡിംഗ് ഒന്നും കാര്യമായി നടക്കുന്നേയില്ല. അതുകൊണ്ട് തന്നെ തോന്നിയ പോലുള്ള മാറ്റങ്ങൾ അഥവാ മ്യൂട്ടേഷൻ അതിൽ സംഭവിക്കും. ഒരു ട്യൂമറിൻ്റെ തുടക്കകാലത്തുള്ള കോശങ്ങളുടെ അതേ പകർപ്പുകളായിരിക്കില്ല ഏതാനും മാസങ്ങൾക്ക് ശേഷം അതേ ട്യൂമറിൽ കാണുക. അല്പം മാറ്റം വന്ന ക്ലോണുകളായിരിക്കും അവിടെ ഉണ്ടാവുക. അതായത് ക്യാൻസർ കണ്ടെത്തി ചികിത്സ തുടങ്ങുമ്പോഴേക്ക് ഇവൻ മ്യൂട്ടേഷൻ സംഭവിച്ച് രൂപം മാറി മറ്റൊന്നായി കഴിഞ്ഞിരിക്കും. മരുന്നിന് ഇവനെ തിരിച്ചറിയാൻ കഴിയില്ല. ക്യാൻസർ കോശങ്ങളുടെ ഈ ആൾമാറാട്ടമാണ് ചികിത്സയിലെ ഏറ്റവും വലിയ വെല്ലുവിളിയും. നമ്മുടെ തന്നെ പ്രതിരോധ വ്യവസ്ഥയോ മരുന്നുകളോ ഈ ക്യാൻസർ കോശങ്ങളെ ആക്രമിക്കുമ്പോൾ കൂട്ടത്തിൽ അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് കൈവരിച്ച മാറ്റം വന്ന ക്യാൻസർ കോശങ്ങൾ അതിജീവിക്കും. കീമോതെറാപ്പിയുമായി ഏറ്റുമുട്ടി അതിജീവിക്കാൻ യോഗ്യതയുള്ള ക്യാൻസർ കോശങ്ങൾ നിലനിൽക്കും. പിന്നെ അതിൻ്റെ സന്താന പരമ്പരകളായിരിക്കും രംഗം കൈയടക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ച മരുന്ന് അധികം വൈകാതെ തന്നെ നിഷ്ഫലമാകും. അങ്ങനെ ഒരർത്ഥത്തിൽ സാധാരണ കോശങ്ങളെക്കാൾ അതിജീവനശേഷിയുള്ളവയാണ് ക്യാൻസർ കോശങ്ങൾ. അതായത് ക്യാൻസർ എന്നത് ഒരു ജനിതക രോഗമാണ് സുഹൃത്തുക്കളെ. ശരി, അങ്ങനെയെങ്കിൽ ചില ഭക്ഷണവും ജീവിതശൈലിയുമൊക്കെ ക്യാൻസർ ഉണ്ടാക്കുന്നു, കോളയും ഫാസ്റ്റ് ഫുഡും പുകവലിയും മദ്യവുമെല്ലാം ക്യാൻസറിൻ്റെ ഗേറ്റ് ആണ് എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതാണോ? അല്ല. നോക്കൂ, സെല്ലുകളുടെ കോപ്പികൾ എടുക്കുന്ന ഓങ്കോജീനുകൾ ബ്രെയിനിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാതെ അനുസരണക്കേട് കാട്ടി കൂടുതൽ അനാവശ്യമായ സെല്ലുകളെ ഉണ്ടാക്കുന്നതാണല്ലോ ക്യാൻസർ. ഓങ്കോജീനുകളുടെ ഈ തെമ്മാടിത്തരത്തിന് കൂട്ടുനിൽക്കുന്ന ഭക്ഷണങ്ങളും ശീലങ്ങളുമാണ് ഈ പറഞ്ഞതൊക്കെ. മര്യാദയ്ക്ക് നടക്കുന്നവരെ പിഴപ്പിച്ച് പണ്ടാരമടക്കുന്ന ചില കൂട്ടുകെട്ടുകൾ പോലെ. വടി വാങ്ങി കൊടുത്തിട്ട് പോയി തല്ലട എന്ന് കേട്ട് കണ്ടവൻ്റെ മെക്കിട്ട് കയറാൻ നടന്നാൽ നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലില്ലേ എന്നതുപോലെ. അതുകൊണ്ട് കൂട്ടുകാരെ, ഈ ഭക്ഷണങ്ങളെയും ശീലങ്ങളെയും പടിക്ക് പുറത്ത് തന്നെ നിർത്തണം. പഴയ കാലത്ത് ക്യാൻസർ കേസുകൾ കുറവായതിൻ്റെ ഒരു കാരണം ഇതാണ്. ചെറുപ്പക്കാരിൽ ക്യാൻസർ കേസുകൾ കൂടാനുള്ള ഒരു കാരണവും ഇതൊക്കെ തന്നെയാണ്. ഇപ്പറഞ്ഞ പോലെ ഉള്ളിലുള്ള ശത്രുവിനെ തിരിച്ചറിഞ്ഞ് കൃത്യമായി നേരിടുക. ആ തിരിച്ചറിയലാണ് ചികിത്സയിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞല്ലോ. 3 തരത്തിലുള്ള ചികിത്സയാണ് ഇവിടെയുള്ളത്. നമ്മൾ കേട്ടിരിക്കും, റേഡിയേഷൻ, കീമോതെറാപ്പി, ഓപ്പറേഷൻ എന്നിവയാണത്. കുടൽ, കരൾ, പ്രോസ്റ്റേറ്റ്, ഇൻറ്റേർണൽ ഓർഗൻസ്, തലച്ചോർ, സ്തനങ്ങൾ എന്നിവിടെ വരുന്ന ക്യാൻസറുകൾക്കുള്ള ചികിത്സയുടെ പ്രധാന ഭാഗമാണ് സർജറി. ക്യാൻസർ കോശങ്ങൾ കുന്നുകൂടി മുഴയായി മാറിയ ഭാഗമോ വേണ്ടി വന്നാൽ അവയവം തന്നെയോ നീക്കം ചെയ്യുക എന്നതാണ് ഇവിടെ ചെയ്യുന്നത്. പ്രോസ്റ്റേറ്റ്, സ്തനം, വൻകുടൽ എന്നിവയൊക്കെ പൂർണ്ണമായി നീക്കം ചെയ്താലും ശരീരത്തിന് ഒന്നും സംഭവിക്കില്ല. വൈകിയ ക്യാൻസർ ആണെങ്കിൽ ചിലപ്പോൾ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി പടർന്നിട്ടുണ്ടാകാം. അതിനുവേണ്ടിയാണ് കീമോതെറാപ്പി ഉപയോഗിക്കുന്നത്. ക്യാൻസർ കോശങ്ങളെ തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കുന്ന വളരെ ഹെവിയായ സ്പെസിഫിക് ആയുള്ള മരുന്നുകൾ കുത്തിവെച്ചുള്ള ചികിത്സയാണിത്.
ക്യാൻസർ കോശങ്ങളെ സൂക്ഷ്മമായി കരിച്ചു കളയുന്ന റേഡിയേഷൻ ചികിത്സയാണ് അടുത്തത്. രോഗത്തിൻ്റെ അവസ്ഥയനുസരിച്ച് ഇവയിലേതെങ്കിലും ചെയ്യേണ്ടി വരും. കൂടുതലാണെങ്കിൽ ഇതെല്ലാം വേണ്ടി വരും. ഒരു കോശം പോലും അവശേഷിക്കാതെ നശിപ്പിക്കുക എന്നതാണ് പ്രധാനം. മേൽപ്പറഞ്ഞതുപോലെ ഒരു തീവ്രവാദിയെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കൂടുതൽ തീവ്രവാദികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവസാനത്തെ തീവ്രവാദിയെയും അവസാനിപ്പിച്ച് കഴിഞ്ഞാലേ ചികിത്സ പൂർണ്ണമാവുകയുള്ളൂ. ഇതിന് സമയവും ക്ഷമയുമെല്ലാം ആവശ്യമാണ്. പണ്ടൊക്കെ തുടക്കത്തിൽ കണ്ടെത്തിയാൽ മാത്രമേ ക്യാൻസർ ചികിത്സ പൂർണ്ണ ഫലപ്രാപ്തി ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ 2ാം ഘട്ടവും 3ാം ഘട്ടവുമൊക്കെ പിന്നിട്ട് ശരീരത്തിലേക്ക് വ്യാപിച്ച ക്യാൻസർ വരെ പൂർണ്ണമായി ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്നുണ്ട്. മറ്റൊരു കാര്യം, നിങ്ങൾ ഹൃദയത്തിന് ക്യാൻസർ വന്നതായി കേട്ടിട്ടുണ്ടോ? കിഡ്നിക്ക് ക്യാൻസർ വരുന്നത് വളരെ അപൂർവമാണ്. എന്നാൽ ബ്രസ്റ്റ്, കുടൽ, പ്രോസ്റ്റേറ്റ്, ലങ്സ്, ബോൺ, സെർവിക്സ് എന്നിവിടങ്ങളിലെ ക്യാൻസർ വളരെ കോമണുമാണ്. ഇതെന്താ അങ്ങനെ? ശരീരാവയവങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണല്ലോ. എന്നിട്ടും എന്താ ഇങ്ങനെ? നോക്കൂ, സെല്ലുകളുടെ മൾട്ടിപ്ലിക്കേഷൻ ക്രമാതീതമാകുന്നതാണ് ക്യാൻസർ എന്നറിയാമല്ലോ. ഓരോ ഭാഗങ്ങളിലെയും സെല്ലുകളുടെ ആയുസ് ഓരോ തരത്തിലാണ്. 5-6 ദിവസം മുതൽ മാസങ്ങളും വർഷങ്ങളും വരെ സെല്ലുകൾക്ക് ആയുസ്സുണ്ടാകും. തലച്ചോറിലെ ന്യൂറോണുകൾ ആണെങ്കിൽ ആ ഒരു മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവനും അതിൻ്റെ ലൈഫുണ്ടാകും. ലൈഫ് കുറവുള്ള സെല്ലുകൾ കൊണ്ട് നിർമ്മിച്ച അവയവങ്ങളിലാണ് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലുള്ളത്. അവിടെയാണല്ലോ പകർപ്പുകൾ പെട്ടെന്ന് വേണ്ടത്. എന്നാൽ ഹൃദയത്തിലെയും കിഡ്നിയിലെയും ഒക്കെ സെല്ലുകളുടെ ആയുസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവ പെരുകുന്നതിനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് കൂട്ടുകാരെ, ക്യാൻസറിനെ ഇക്കാലത്ത് അത്രയ്ക്കൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. നല്ല ജീവിതശൈലി പിന്തുടരുക, കഴിയുന്നതും സിന്തറ്റിക് ഭക്ഷണം ഒഴിവാക്കുക, ഇടയ്ക്ക് ശരീരപരിശോധനകൾ നടത്തുക. 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ നിർബന്ധമായും മാമോഗ്രാഫി പരിശോധനകൾ നടത്തണം. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടൻ ഡോക്ടറെ കാണുക. ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്താൽ ഭയപ്പെടാതെ ചികിത്സിക്കുക. ഒറ്റമൂലികൾക്കും തട്ടിപ്പുകൾക്കും പിന്നാലെ പോകാതെ ക്യാൻസർ വിദഗ്ധരായ ഡോക്ടർമാർ പറയുന്നത് പോലെ ചെയ്യുക. ഇവിടെ സയൻസ് മാത്രമാണ് നമ്മുടെ രക്ഷകൻ. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസുകളെപ്പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഒറ്റയടിക്ക് കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ നഷ്ടപ്പെടുന്നതിലും നല്ലതാണ് ഇഷ്ടമുള്ള ഒരു കമ്പനിയുടെ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വയ്ക്കുന്നത്. അത്തരത്തിൽ ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി എടുക്കാനുള്ള ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ലളിതമായ കാര്യങ്ങൾ ചെയ്താൽ മറ്റേതൊരു സാധാരണ രോഗവും പോലെ ക്യാൻസറും ഒരു ആശങ്കയുമില്ലാതെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.